ആദ്യം കണ്ണൂർ ഷെരീഫിനെ അടയാളപ്പെടുത്തിയ മാപ്പിളപ്പാട്ട് ഏതാ? ഞാനൊരു പഴയ പാട്ട് മൂസ എരഞ്ഞോളി അദ്ദേഹം പാടിയ പാട്ടാണ് ഫസ്റ്റ് കാസറ്റിൽ പാടിയത്. അതിലാണ് എൻ്റെ പേര് വന്നത് കണ്ണൂർ ഷെരീഫ് എന്നുള്ളത്. അപ്പോൾ ആ കാസറ്റിൽ എനിക്ക് അന്നേരം ഈ കുറേ പാട്ടുകളൊന്നും അറിയില്ല, കുറച്ച് മാപ്പിളപ്പാട്ടുകളെ അറിയുള്ളൂ. എനിക്ക് പറഞ്ഞു തന്നു, അപ്പോൾ പഠിച്ച് പാടിയതാണ്. പക്ഷെ ആ പാട്ട് തന്നെ ഹിറ്റായി. എൻ്റെ നല്ല സമയമായിരിക്കും എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് പാടിയ ആ പാട്ട് ഹിറ്റായി. നമുക്കതൊന്ന് പാടി. അത് മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ഇഷ്കക്കടലിൻ്റെ മോസ പൊട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി. ഇതാണ് ഫസ്റ്റ് കാസറ്റിൽ പാടിയത്. അപ്പോൾ ഇത് പാടിയപ്പാട് തന്നെ എനിക്ക് ഒരു സ്ഥാനം കിട്ടി. പിന്നെ ആ പേരിങ്ങനെ. ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന പാട്ട് ഏതായിരിക്കും ഈ വേദികളിൽ, സ്റ്റേജ് ഷോയിൽ? ഞാൻ വേദിയിൽ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പാടിയിരിക്കുന്നത് ഞാൻ പാടിയൊരു പാട്ടാണ്, വേറൊരു ദറജപ്പ് മോളല്ലേ എന്നുള്ള എൻ്റെ ഒരു ഹിറ്റ് പാട്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന ഹരിമുരളീരവാണ്. അതിനു മുമ്പ് ആദ്യത്തെ പാട്ട് അല്ല, ഗാനമേളകളിൽ ഒരു കാലത്ത് എല്ലാ പരിപാടിയും. അതെ അതെ, ആദ്യത്തെ ഏതാണെന്ന് പറഞ്ഞേ? ആദ്യം ദറജപ്പ് മോളല്ലേ എന്നിട്ടൊരു മാപ്പിളപ്പാട്ട് ഞാൻ പാടിയ. അതും കൂടി കേട്ടിട്ട് ഹരിമുരളി ഇരുപത്തിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞു ഭയങ്കര പ്രയാസമല്ലേ അത് പാടാൻ. ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ അനന്തമായിട്ട് കിടക്കുകയല്ലേ. അപ്പം നമ്മളെല്ലാം ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഈ മാപ്പിളപ്പാട്ട് മാത്രം പാടുന്നയാൾ അങ്ങനെ ഒരു ബ്രാൻഡിങ്ങിലേക്കല്ല. ശരിക്കും കണ്ണൂർ ഷെരീഫ് എന്ന് പറയുന്ന ആൾ എല്ലാ തരം ലളിതഗാനങ്ങളായാലും എല്ലാം വഴങ്ങുന്ന ഒരാളാണ്. പക്ഷെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ആ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാതെ പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശ്രദ്ധിക്കായിട്ടായിരിക്കാം അതിനെപ്പറ്റി. ഇനി ശ്രദ്ധിക്കണം. ശ്രദ്ധിപ്പിച്ചിട്ടേ നമ്മളിന്ന് വിടും. എല്ലാ പാട്ടുകളും പാടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മളും കൂടി ആസ്വദിക്കുക എന്നുള്ളതല്ലേ പാടുമ്പോൾ. ഓഡിയൻസിനെ ആസ്വദിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആസ്വദിക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുക. ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ മുഖം തന്നെ ചിലപ്പം കരയുന്നത് പോലെയൊക്കെ ഉണ്ടാവുക. ഞാൻ ആ ലഹരിയിലാണ് പാടുമ്പോൾ. അപ്പോൾ എൻ്റെ പരിസരത്ത് ആരുണ്ട് എന്നുള്ളത് ഞാൻ നോക്കാറില്ല. ആ പാട്ടിലേക്ക് അലിഞ്ഞു ചേരുക. അപ്പോഴേ കേൾക്കുന്നവന് എന്തെങ്കിലും തോന്നുള്ളൂ, ഹൃദയത്തിലേക്ക് അടക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ തിയറി. നമുക്ക് ആ പാട്ടൊന്ന് പാടിയിട്ട് ഹരിമുരളി ഇരുപത്തിലേക്ക് വരാം. ദറജപ്പുമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ, യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ, മൗത്തോളം വേർപെട്ട തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. ഓക്കെ, അത് ഗംഭീരായി. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പാട്ടുമായിരിക്കും അല്ലേ സ്റ്റേജ്? ഇപ്പോഴും സ്റ്റേജ് ഷോ എപ്പോഴും ചെയ്യാറുണ്ട്. പുറത്ത് പോയി ധാരാളം ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഗൾഫിലാണോ പോയിരിക്കുന്നത്? എല്ലായിടത്തും പോയി. എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ടാവും? ഇല്ല, യൂറോപ്പിൽ കുറച്ച് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ്, അമേരിക്കയിൽ പോയിട്ടില്ല. കോവിഡിന് പോകാൻ വേണ്ടി പോകും, കോവിഡ് വന്നു. അയ്യോ. ഇല്ലാണ്ട് UK, അങ്ങനെ ഓസ്ട്രേലിയ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ശരി.